Praise the Lord. To start off our program for today, we start with our PFPA juniors. They will start with the action song, and I welcome the PFPA juniors to perform the action song. Piedad de
നിറവേറിടേണമേ. ഇസ്രായേലിൻ നാഥനായി വാഴ്ത്തേക ദൈവം, സത്യജീവമാർഗമാണു ദൈവം. മനുജനഭൂമിയിൽ അവതരിച്ചു, മഹിയിൽ ജീവൻ കഴിച്ചു. തിരുനിലവും ദിവ്യഭോജവുമായി ഈ ഉലകത്തിൽ ജീവനായി വഴിയും സത്യവുമായവനെ തിരുനാമം വാഴ്ത്തുന്നു. മനുജനഭൂമിയിൽ അവതരിച്ചു, മഹിയിൽ ജീവൻ കഴിച്ചു. തിരുനിലവും ദിവ്യഭോജവുമായി ഈ ഉലകത്തിൽ ജീവനായി വഴിയും സത്യവുമായവനെ തിരുനാമം വാഴ്ത്തുന്നു. ഇസ്രായേലിൻ നാഥനായി വാഴുമേക ദൈവം, സത്യജീവമാർഗമാണു ദൈവം. ഭക്തനായി ഭൂമിയിൽ പിറന്നു സ്നേഹിച്ച ദൈവം, നിത്യജീവനേകിടുന്ന ദൈവം. അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേയും തിരുഹിത ഭൂമിയിൽ എന്നും നിറവേറിടേണമേ. കർത്തൃശുശ്രൂഷയുടെ പ്രാരംഭത്തിൽ സഹപ്രവർത്തകരും കേട്ട ഇഷ്ടാനുഭവങ്ങൾ അദ്ദേഹത്തെ ആശങ്കാകുലനാക്കി. ഒരിക്കൽ കൃഷ്ണപ്പള്ളിയിൽ നടന്ന കൺവെൻഷനിൽ സ്ത്രീ നടത്തിയ ബദൽ ഇന്നുണ്ടെന്ന് ദേവദാസനോടൊപ്പം വേദന തുറന്നു പറഞ്ഞു. അക്ഷരായ എല്ലാം കേട്ട പുള്ളി പ്രകാരം ചോദിച്ചു, മിസ്റ്റർ ചെറിയ, നിങ്ങൾ പ്രസംഗിക്കുന്ന യേശു മരിച്ചവനാണോ അത് ജീവിക്കുന്നു? പുനരുദ്ധാനത്തിന് ശക്തി നിറഞ്ഞിരുന്ന ആ വാക്കുകൾ ഹൃദയാന്തര ഭാഗത്ത് തിരികെ നിറഞ്ഞിരുന്ന ഇരുളിനെ നീക്കം ചെയ്തു. തന്റെ ചിന്തകളെ ഓർത്തുകയും ചെയ്തു. മരണത്തെയും പാതാളത്തെയും ജയിച്ച ജയവീരനായ ആത്മനാഥൻ ഉയരത്തിൽ ജീവിക്കുന്നതിനാൽ കണ്ണുനീരും കരുഷതയും നീക്കി സ്തുതിക്കുന്ന പാട് എന്ന പരിശുദ്ധാത്മ പ്രേരിതമായ ചിന്ത ഈടവും ഭാവവും തുടർന്ന വാക്കുകളായി ഗാനമായി ക്രിസ്തീയ ജീവിതം ജയവീരനായ ക്രിസ്തുവിന്റെ പിന്നാലുള്ള യാത്രയാണെങ്കിലും ഭക്തന്മാരുടെ അനുഭവങ്ങളെല്ലാം തുടക്കത്തിൽ അതികഠിനമായ കൈപ്പായിരുന്നു. എന്നാൽ അവസാനത്തിൽ ആനന്ദം പകരുന്ന മധുരം ദൂരമാണ് എല്ലാവരെയും കടന്നുപോയത്. കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചത് മൂലം 16-ാമത്തെ വയസ്സിൽ സ്വന്തം വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട കർത്തൃദാസിയാണ് സിസ്റ്റർ അഞ്ഞമ്മമാണ്. അനുസൃതം ആദരിക്കുന്ന കാറ്റുകളും പണമുയർത്തി ഇരമ്പുന്ന തിരമാലകളും നിറഞ്ഞ ഗംഭീര വാലിന്യായിരുന്നു തനിക്ക് ലോകം. കർത്തതയുടെ കണ്ണുനീരും ഞെരുക്കത്തിന്റെ അഭവും ഭക്ഷിച്ച തുടക്ക നാളുകളിൽ ആത്മപ്രേരിയായി എഴുതിയ ഗാനമാണ് ലോകമാം ഗംഭീര വാലിന്യയിലെന്നുള്ളത്. ക്രിസ്തവരായത്താൽ സർവസ്വവും പരിത്യജിക്കേണ്ടി വന്ന കഷ്ടതയും ഇല്ലാത്ത ദൈവജനത്തിനായി വിളങ്ങുന്ന പ്രത്യാശനാട്ടിലെ ദൈവത്തിന്റെ മനോഹരമായ ഉദ്യാനവും
അതിലൂടെ ഒഴുകുന്ന ശുദ്ധവും ശുഭ്രവുമായ ജീവജല നദിക്കരയിലൂടെ ഒന്ന് നടക്കുവാനും കർത്തൃസിംഹാസനത്തിന് ചുറ്റും അനവരതം സംഗീതമാലപിക്കുന്ന വൈദികന്മാരായ മാലാഖമാരോട് സ്തുതി പാടുവാനും ആ ഹൃദയം കുരുകൾ കൂട്ടും. ആ നടികൾ പെരുമാളുകളുടെയും ഇരുണ്ടു കൂടിയ കർമ്മപാളികളുടെയും ഇടയിലൂടെ ആ മനോഹര കർമ്മം ഉൾക്കണ്ണുകൾക്ക് മുൻപിൽ തെളിഞ്ഞു നിൽക്കും. ആ ചിന്തകൾ മലയാളക്കരയെ പ്രത്യാശത്തോടേക്ക് കൈപിടിച്ചു. വിവാഹത്തിന് തലേ ദിവസം എല്ലാ വ്യക്തിയും വളരെ പ്രധാനപ്പെട്ടതാണ്. സുന്ദരമായ ഭാവി ജീവിതത്തിന്റെ മണിമന്ദിരങ്ങൾ ഉയർത്തിയ മനസ്സുമായി ഒഴുകി നീങ്ങുന്ന മുഹൂർത്തങ്ങളാണവ. എന്നാൽ ജോസഫ് സ്ത്രീയുടെ ജീവിതാനുഭവങ്ങൾ തികച്ചും വ്യത്യസ്തമായിരുന്നു. വിവാഹത്തിൽ നിന്നുള്ള സായാഹ്നത്തിൽ തന്റെ പ്രതിഷ്ഠിത വധു കുളിക്കുവാനിറങ്ങി കുളത്തിൽ മുങ്ങി മരിച്ചു എന്നുള്ള ദുഃഖകരമായ വാർത്തയാണ് തനിക്ക് ലഭിച്ചത്. ഒരു നിമിഷം കൊണ്ടാകുന്ന ഭവനങ്ങൾ കണ്ണീരിലായി താഴ്വലിച്ചു വളർത്തിയ പ്രതീക്ഷകളെല്ലാം കെട്ടടങ്ങി. മനസ്സിന്റെ അകത്തളത്തിൽ ഇരുണ്ട കാർമേയപാളികൾ തെളിഞ്ഞുപോയി. കഷ്ടതയുടെ തീച്ചുകളിലൂടെ കടന്നുപോയ ആ ഭക്തനെ കരുതലെത്തി ഏകാന്തതയും അരുമനാഥനായ ക്രിസ്തുവിനുള്ള സ്നേഹമെന്ന് പ്രവർത്തിപ്പിച്ചു. യേശുവിനെ പോലെ മറ്റൊരു സ്നേഹിതനില്ലെന്ന് താൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. കഷ്ടതയും ശോധനകളും വരുമ്പോഴും ആത്മമിത്രങ്ങൾ നിന്ദിക്കുമ്പോഴും ഉള്ളങ്കയിൽ വഹിക്കുന്ന മറ്റൊരു സഖിയുമില്ല, സ്നേഹിതനുമില്ല. എന്തും നല്ലൊരു സഖിയുള്ളവരാ വിശ്വവിഖ്യാതമായ സ്നേഹഗീതം ഇന്നും ജനകോടികളുടെ ഹൃദയത്തിന് ആശ്വാസമാകും. ക്രിസ്ത്യൻ ജീവിതം കർത്തവ്യയുടെ മാത്രം അനുഭവം നിറഞ്ഞതല്ല. അതിന്റെ പാടിൽ നിത്യസമാധാനവും ദിവ്യ അനുഗ്രഹങ്ങളും ശത്രുപതി ഒരുങ്ങുന്ന ദിവ്യ ബിരുദങ്ങളുമുണ്ട്. ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന സുവിശേഷീകരണ ദൗത്യത്തിന് ശേഷം ഭയം വിളിച്ച് അനുവദിക്കുകയും കിരീടം അറിയുകയും ചെയ്യുന്ന ഒരു സുദിനം നമുക്ക് മുൻപിലുണ്ട്. ഈ സന്ദേശം Thank you.
ഒരു ക്രിസ്തു ശിഷ്യന്റെ പാതയിൽ ചിലപ്പോൾ പർവ്വത സമാനമായ പ്രശ്നങ്ങൾ വന്നോ തടസ്സം സൃഷ്ടിക്കുമെന്ന് തോന്നിപ്പോകും. കഴിഞ്ഞ കാല ഭക്തന്മാരുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നേരിട്ടപ്പോൾ പ്രാർത്ഥനയോടുകൂടിയുള്ള സ്തുതിഗീതാലാപനങ്ങളാൽ തങ്ങൾ ആ സാഹചര്യത്തെ അതിജീവിച്ചു. ജോൺ ജി കുരിശുള്ളയുടെയും അനുഭവങ്ങൾ ഈ വിധത്തിലുള്ളതായിരുന്നു. 1990 കുവൈറ്റിലുണ്ടായ ഇറാഖ് അധിനിവേശത്തിൽ നേട്ടങ്ങളെല്ലാം തനിക്ക് അന്യമായി തീർന്നു. തന്റെ മുന്നിലുണ്ടായിരുന്ന വിശാലമായ പാതകൾ ഇടുക്കവും ഞെരുക്കവുമുള്ള ഒറ്റയടി പാതകളായി മാറി. അടുത്ത വഴിതേടി നോട്ടം വാക്തത്വങ്ങളുടെ നിറവിലേക്ക് തന്നെ നിറച്ചു. ആരാധിക്കുമ്പോൾ വിടുതലുണ്ടെന്ന് പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ മന്ത്രിച്ചു. തന്റെ ചിന്തകൾ പരിശുദ്ധാത്മ സാന്നിധ്യത്തിന് മുന്നിൽ കത്തിച്ചൊളിച്ചു. മലയാളക്കരയ്ക്കൊരു ഗാനം കൂടെ സമ്മാനിച്ചു. അനേകരത് മാറി മാറി പാടി വിടുതലേറ്റെടുത്തു.